Watch India's largest kids library only on Jio Hotstar. Download the app now. ഹലോ, എങ്ങോട്ടാ പോകുന്നേ? നിങ്ങളതറിയേണ്ട കാര്യം എന്താ? ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോയാ മതി. ചുറ്റിക്കാണാൻ വന്നതല്ലേ? ഇതിനകത്ത് ഒരുപാട് പണം കാണും. എന്റെ ബാഗ് കൊണ്ടുപോകല്ലേ? ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കൂ, എന്നെ ഒന്ന് രക്ഷിക്കൂ. ഒരാളും വരില്ല, കേട്ടല്ലോ? കള്ളൻ കള്ളൻ, എന്റെ ബാഗ് കൊണ്ടുപോകുന്നേ, എന്റെ ബാഗ് കൊണ്ടുപോകുന്നേ. അദ്ദേഹം നമ്മുടെ നഗരത്തിലെ അതിഥിയാണ്. മര്യാദയ്ക്ക് അദ്ദേഹത്തിന്റെ ബാഗ് തിരിച്ചു കൊടുക്ക്. മര്യാദയ്ക്ക് വഴിന്ന് മാറ് കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. സർ, ഇതാ നിങ്ങളുടെ ബാഗ്. താങ്ക് യു ശിവ, വളരെ വളരെ നന്ദി. നീ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ബൈ ശിവ. കുട്ടികളെ, ഇത് മങ് ഷിങ്സൂർ ആണ്. അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിനോടൊപ്പം ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മാർഷൽ ആർട്ടിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതാണ്. മാർഷൽ ആർട്ട് കാരണം മനസ്സും ശരീരവും ശാന്തമാകുന്നു. ഓരോ സ്റ്റുഡന്റിനും ഇത് വളരെ അത്യാവശ്യമാണ്. ഇദ്ദേഹത്തിന്റെ ആർട്ടിനെ കുറിച്ച് നമുക്ക് കാണാം. ദയവായി അവിടുന്ന് വന്ന് തുടങ്ങിയാലും. ഈ മാഞ്ചു ബെസ്റ്റ് സ്റ്റുഡന്റും നല്ലൊരു ഫൈറ്ററുമാണ്. മാർഷൽ ആർട്ടിനെ കുറിച്ചുള്ള ഡെമോൺസ്ട്രേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. ഞാനിവിടെ അന്വേഷിക്കാൻ വന്നിരിക്കുകയാണ്. ഏത് ഗുണ്ടയാണ് നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നതെന്ന് കേട്ടോ? ഓക്കെ ഇൻസ്പെക്ടർ, ഇപ്പോൾ പറഞ്ഞു തരാം. എന്തായാലും ഈ ഡെമോൺസ്ട്രേഷൻ ഒന്ന് നോക്കൂ. ഇതെന്തിനാ അവൻ കൈവക്കുന്നത്? ഇത്ര വലിയ മരത്തടിയിലിട്ട് ഇടിക്കാനാണോ അവന്റെ പ്ലാൻ? എനിക്കും അത് തന്നെയാ തോന്നുന്നത്. അവൻ ആ ട്രീ ലോക്ക് തട്ടുന്ന തോന്നുന്ന. ലഡു സിംഗ് സാറേ, ആ ട്രീ ലോക്കിന്റെ അകം മൊത്തം പൊള്ളയായിരിക്കും. അല്ലാതെ ഇത്ര വലിയ മരത്തടി, കനമുള്ള മരത്തടി ആർക്കെങ്കിലും ഇങ്ങനെ തകർക്കാൻ പറ്റുമോ? നീ പറഞ്ഞത് വളരെ ശരിയാണ്. ലഡു സിംഗ് സാറേ, വേറൊരു ട്രീ ലോക്ക് ഉണ്ട്. ഏത് ചെന്ന് പൊട്ടിച്ച് ഒന്ന് സ്റ്റൈല് കാണിക്കാൻ നോക്കുന്നേ. പോലീസ് ട്രെയിനിങ്ങിന്റെ സമയത്ത് ഒരുപാട് ട്രീ ലോക്സ് പൊട്ടിച്ച് പ്രാക്ടീസ് ഉള്ള ആളല്ലേ. എന്തുകൊണ്ട് ചെയ്തൂടാ? ഇതൊക്കെ വലിയ കാര്യാണോ? ഇതൊക്കെ ഞാൻ എന്റെ വിരലോണ്ട് പൊട്ടിക്കല്ലേ? ഓക്കെ ഓക്കെ, എന്നാ പിന്നെ നിങ്ങളൊന്ന് തകർത്ത് കാണിക്ക്. ഇത് ശരിക്കും ഒറിജിനൽ മരം തന്നെയാ. എന്റെ കൈ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. ഇവിടെ ഒന്നും വ്യാജമേ ഇല്ല, എല്ലാം യഥാർത്ഥമാണ്. നിങ്ങൾ ശരിക്കും കണ്ടോളൂ. ഞാനാണ് മിടുക്കൻ, ഞാനാണ് മിടുക്കൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ മരങ്ങളൊക്കെ അടിച്ചു പൊട്ടിക്കാൻ പറ്റും, പക്ഷെ ഫൈറ്റിങ്ങിലും ഞങ്ങളുടെ ശിവയെ തോൽപ്പിക്കാൻ ഇവിടെ ആരുമില്ല. അല്ല, മോൻഷി is the best. Shiva is the best. Shiva is the best.
നിങ്ങൾ അങ്ങനെ ഒരിക്കലും പറയരുത്. അവരൊക്കെ നമ്മുടെ ഗസ്റ്റ് ആണ്. നമ്മൾ ഒരിക്കലും അവരെ നാണം കെടുത്തരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മത്സരം വെക്കാം. ആരാണ് ജയിക്കണെന്ന് നോക്കാലോ. മഞ്ജു, ഇങ്ങനെ പറയാൻ പാടില്ല. ക്ഷമിക്കണം, എനിക്ക് നിങ്ങളുമായി ഫൈറ്റ് ചെയ്യാൻ ഒരു താല്പര്യവും ഇല്ല. എനിക്ക് കുറച്ചൊക്കെ ഫൈറ്റ് അറിയാമെന്നേ ഉള്ളൂ. നിങ്ങൾ എന്നെക്കാളും മിടുക്കന്മാരാ. അല്ല, പേടിച്ചു പോയാ. വേദാ നഗരത്തിലുള്ളവരൊക്കെ ഭയങ്കര പേടിത്തൊണ്ടന്മാരാണോ? ഇപ്പോഴെങ്കിലും സംബന്ധിച്ചോ, മോൻഷു ഇസ് ദ ബെസ്റ്റ്. വേദാ നഗരത്തിലുള്ളവർ പേടിത്തൊണ്ടന്മാരല്ല. ഞങ്ങളിപ്പോ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നു. രേവ, നീ എന്തൊക്കെയാ പറയുന്നേ? ഇല്ല ശിവ, ഇതിനിപ്പോ നമ്മുടെ നഗരത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ശിവ, ചാലഞ്ച് നീ ഏറ്റെടുത്തേ പറ്റൂ. ഞങ്ങൾ ചാലഞ്ച് സ്വീകരിച്ചിരിക്കുന്നു. മുൻഷിയും ശിവയുമായി ഫൈറ്റ് ഉണ്ടാകും. ശിവ, ഇതിപ്പോ എന്തായാലും ഒരു വെല്ലുവിളിയായി മാറി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഫൈറ്റിന് ഡെമോൺസ്ട്രേഷൻ നടക്കുക തന്നെ ചെയ്യും. നിന്റെ ഫൈറ്റും ഞങ്ങളുടെ ഫൈറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നേരിട്ട് കാണുക തന്നെ ചെയ്യാം. ചെല്ലു, ഫൈറ്റിന് വേണ്ടി റെഡി ആയിക്കോളൂ. നിന്നെ വീടില്ല. ശിവ, ഞാൻ അവന്മാരടുത്ത് ഇങ്ങനത്തെ കരാത്തെ സ്റ്റെപ്സ് കാണിച്ചിട്ടുണ്ടല്ലോ. ശിവ, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. കാരണം നിന്റെ ടെക്നിക്കും ഞങ്ങളുടെ ടെക്നിക്കും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നീ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ടെക്നിക്ക് പഠിച്ചാൽ മാത്രമേ ശരിയാവൂ. പക്ഷെ സർ, അവരൊക്കെ നിങ്ങളുടെ സ്റ്റുഡൻസ് അല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാ സർ എന്നെ ട്രെയിൻ ചെയ്യാൻ വന്നത്? അഥവാ അവര് തോൽക്കുകയാണെങ്കിൽ അതിന്റെ നാണക്കേട് സാറിന് തന്നെയല്ലേ? അല്ല, അങ്ങനെയല്ല. ഞാൻ അവരെല്ലാം തന്നെ പഠിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ അവര് ഒരു കാര്യം തന്നെ എന്റെ അടുത്ത് പഠിച്ചില്ല. അതായത് ശാന്ത സ്വഭാവം, ഹംബിൾനെസ്. അവർക്കെല്ലാവർക്കും ഭയങ്കര അഹങ്കാരമാണ്. അന്ന് നീ ആ കള്ളന്മാര് ഫൈറ്റ് ചെയ്യണ കണ്ടപ്പോൾ അന്നേരം ഞാനൊരു കാര്യം മനസ്സിലാക്കി. എന്റെ സ്റ്റുഡൻസിന്റെ അഹങ്കാരം നിനക്ക് മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ എന്ന്. താങ്ക് യു സർ. സർ എന്നെ വിശ്വസിച്ചതിന്. എന്തോ പ്രാക്ടീസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഇപ്പൊ എന്റെ ബോസിന്റെ കയ്യിൽ നിന്ന് നിന്റെ കൂട്ടുകാരന് തല്ല് കിട്ടുമല്ലോ അല്ലേ? എന്താ ശരിയല്ലേ? അല്ല, നീ എന്തോന്ന് ചെയ്യാനാ? വേണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നീ മേടിച്ചോ. എന്തായി കാണാം. എന്തൊരു അഹങ്കാരിയാ. നിന്നെ ഇപ്പൊ ഇവിടെ വെച്ച് കാര്യാക്കണം, നോക്കിക്കോ. ആഹാ, പിടിക്ക്. എങ്ങനെയുണ്ട് കള്ളാമോ? ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. വേണമെങ്കിൽ വന്നോ, ഒന്നിയും തരാം. ആ കുട്ടികളെ പിടിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നില്ല അല്ലേ? നിങ്ങൾ ഇതൊക്കെയാണോ പഠിച്ചത്? വളരെ നാണക്കേട്. അവന്മാര് തിന്നാലല്ലേ പിടിക്കാൻ പറ്റുള്ളൂ. അവര് ഞങ്ങളെ തല്ലുന്നു. ഏയ്, എന്താ അവിടെ നടക്കുന്ന? എന്തൊക്കെയാ അവിടെ നടക്കുന്നാന്ന്? പിടിച്ച് എല്ലാറ്റിനും ഞാൻ ജയിലിനകത്ത് ഇട്ടിരിക്കും. ഞങ്ങളുടെ കുട്ടികളെ തൊട്ട് കളിച്ചാൽ എല്ലാറ്റിനും ഞാൻ കാച്ചു കളയും. ചാലഞ്ചിന് അന്ന് മാത്രം അങ്ങോട്ട് വന്നാ മതി. പോയിക്കോ, മര്യാദക്ക് എല്ലാരും പോയിക്കോ. പോവാൻ. ആ ശിവ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചെന്ന് നോക്ക്. അവനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവാ. അത് ശരിയാ. നിങ്ങളുടെ 48 ചാമ്പ്യൻ ഷൗലിന്റെ ഫൈറ്റർ അല്ലേ? അവനാണെങ്കിൽ ഒരു സാധാരണ ചെറുക്കനും. അവനെ വിടരുത്. നമുക്ക് വലിയ നാണക്കേടാ ഒരു ചെറുക്കൻ. ശരിയാണ്, അവനെ ഞാൻ എന്തായാലും ശരിയാക്കുന്നുണ്ട്. അവനെ ഇന്ന് ഇടിച്ച് പഞ്ചറാക്കിയിട്ട് എന്നെ കാര്യം. അവൻ ഇനി എഴുന്നേറ്റ് നടക്കരുത്. എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്റെ അടുത്ത് മാപ്പ് ചോദിക്കണം. ഞാൻ ഇനി ഫൈറ്റ് ചെയ്യില്ല എന്ന് എന്റെ അടുത്ത് കെഞ്ചണം. അതെ ബോസേ, ഇപ്പൊ തന്നെ അവനെ കൊണ്ടുവരാം.
ഫൈറ്റർ വന്നിരിക്കുന്നു. അത് നമ്മുടെ മോൻഷുമായിട്ട് ചാലഞ്ച് ചെയ്യാനായിട്ട്. ഇവനിട്ട് നല്ലൊരു പണി കൊടുക്കണം. ശിവ, എന്തൊക്കെയായി ഈ കാണുന്ന ഞാന്? മുത്തശ്ശി, ഇവര് ശിവയെ പിടിച്ചോണ്ട് വന്ന് നോക്കുവാണ്. ആഹാ ഇവർക്ക് ഇത്ര ധിക്കാരമോ? ഇപ്പൊ ശരിയാകും. ഇതെന്തോന്ന് ഫൈറ്റ് ആണിത്? മോനെ ഇതാണ് ഫൈറ്റ് രാഗം. ഇതെന്തോന്ന് രാഗമാണ്? ഇതുപോലത്തെ രാഗം ഞാൻ കേട്ടിട്ടില്ലല്ലോ. എന്തിനാണ് ഇങ്ങനെ പേടിച്ചു ഓടുന്നത്? ഈ വയസ്സായ ആളെ കണ്ടിട്ടാണോ ഓടുന്നത്? അല്ല അല്ല, അയാൾ എന്താ ചെയ്തെന്ന് നിനക്കറിയോ? താങ്ക് യു മുത്തശ്ശ. കറക്റ്റ് സമയത്തിന് മുത്തശ്ശൻ വന്നത്. ശിവ, ഇവരൊക്കെ ആരാണ് മോനെ? വിഷമിക്കേണ്ട മുത്തശ്ശി, നാളെ ഇവരുടെ ലീഡറുമായിട്ട് എനിക്കൊരു ഫൈറ്റ് ഉണ്ട്. ഇവരെയൊക്കെ വിചാരം നാളെ ആ ഫൈറ്റ് ഞാൻ ചെയ്യരുതെന്നാണ്. അതുകൊണ്ട് എന്നെ പിടിച്ചോണ്ട് പോകാനാ അവര് വന്നത്. എന്തായാലും ശരി, ഞാൻ ആ ഫൈറ്റ് ചെയ്യാതിരിക്കില്ല. ലഡ്ഡു സിംഗ് സാറേ, ട്രെയിനിങ് ഒക്കെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്? അതെ, ട്രെയിനിങ് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ടേബിൾ എങ്ങനെ തല്ലി പൊളിക്കണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ദാ ഇങ്ങനെ. ടേബിൾ പൊട്ടി. ഞാൻ പഠിച്ചു കഴിഞ്ഞു. ടേബിൾ പൊട്ടി. സാറേ, സാറിപ്പോ എന്ത് പണി കാണിച്ചേ? വേടാറാം, കണ്ടോ ഞാനിപ്പോ ഈ ചേറിനെ പൊളിക്കുന്നത്? എനിക്ക് വേദനിക്കുന്നു. ടേബിള് പൊട്ടിപ്പോയില്ലോ. പക്ഷെ എന്താ ഈ ചേര് പൊട്ടാത്തത്? അത് പിന്നെ ലഡ്ഡു സിംഗ് സാറേ, ടേബിളിന് ഒരുപാട് പഴക്കമുണ്ടെന്നേ. പക്ഷെ ചേറ് പുതുതാണല്ലോ. ഞാനൊരു കാര്യം പറയാം, നീ ഫൈറ്റ് ചെയ്യാതിരിക്കാ നല്ലത്. അതെന്താ അങ്ങനെ പറഞ്ഞേ? കാരണം നമ്മൾ ഇവിടുത്തെ അതിഥികളാണ്. വിരുന്നുകാരൻ എപ്പോഴും അഭിമാനം കാത്തു സൂക്ഷിക്കണം, കുറച്ചൊക്കെ മര്യാദ പാലിക്കണം. നീ ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള ആൾക്കാരോട് ഫൈറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇവിടെയുള്ളവർക്ക് അതൊരിക്കലും ഇഷ്ടമാവുകയില്ല. അവനെന്നെ വെല്ലുവിളിച്ചിരിക്കുക. അവനെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. അവൻ നിന്നെ വെല്ലുവിളിച്ചില്ല, നിന്റെ മനസ്സിലുള്ള അഹങ്കാരമാണ് അവനെ വെല്ലുവിളിച്ചത്. കേട്ടോ, നിന്റെ കൂടെയുള്ളവർ തന്നെയാണ് നിനക്ക് കുഴി വെട്ടിക്കൊണ്ടിരിക്കുന്നത്. നീ ഒരു ബെസ്റ്റ് ഫൈറ്റർ ആണെന്ന് സമ്മതിക്കാം. ഒരു നല്ല ഫൈറ്ററിന് ഒരിക്കലും അഹങ്കാരം ഉണ്ടാവുകയില്ല. എനിക്കൊന്നും കേൾക്കണ്ട. നല്ല ഫൈറ്റർ ആരാണെന്ന് ഞാൻ അവനിന്ന് കാണിച്ചു കൊടുക്കും. മാസ്റ്റർ, താങ്കൾ പേടിക്കണ്ട. ഇത് നിങ്ങളുടെ അഭിമാന പ്രശ്നമാണ്. കേട്ടല്ലോ? അപ്പൊ മാസ്റ്റർ, താങ്കളുടെ ശിഷ്യൻ തോൽക്കുകയില്ല. എന്നെ ഇതിലൊന്നും നീ വലിച്ചേക്കണ്ട. നീ നിന്റെ അഹങ്കാരം കൊണ്ടാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് വേണ്ടി നീ ഫൈറ്റ് ചെയ്യുകയാണെന്ന് എന്നോട് പറയുകയേ ചെയ്യരുത്. ഇപ്പോഴും ഞാൻ പറയുന്നു, അവൻ നിന്നെ തോൽപ്പിക്കുകയാണെങ്കിലോ നീ എന്ത് ചെയ്യും?
എനിക്ക് ഉറപ്പായി അവൻ തീർച്ചയായും നിന്നെ തോൽപ്പിക്കുമെന്ന്. നിനക്കതൊരു വലിയ നാണക്കേടായി തന്നെ മാറും. ഇല്ലെന്നേ, ഞാൻ ആരോടും ഒരിക്കലും തോൽക്കില്ല. ഞാനാണ് ഏറ്റവും നല്ല ഫൈറ്റർ. താങ്കളുടെ ശിഷ്യനാണ് ഞാൻ. നീ എന്റെ അടുത്ത് നിന്നും സമാധാനം, ബഹുമാനം, ഹംബിൾനെസ് ഇതൊന്നും നീ പഠിച്ചില്ലല്ലോ. ചിലപ്പോ ശിവ നിന്നെ ഇതൊക്കെ പഠിപ്പിക്കുകയാണെങ്കിലോ. ചെല്ലു, ഓൾ ദി ബെസ്റ്റ്. മാൻഷു, ഇപ്പോഴെങ്കിലും നീ നിന്റെ തോൽവി സമ്മതിക്കുകയാണ് നല്ലത്. ഞാൻ എന്റെ തോൽവി സമ്മതിച്ചിരിക്കുന്നു. ശിവ, നീയാണ് ഏറ്റവും നല്ല ഫൈറ്റർ. എന്റെ അഹങ്കാരം നീ ഇല്ലാതാക്കിയിരിക്കുന്നു. ഏറ്റവും നല്ല ഫൈറ്റർ ഞാനാണെന്നാണ് ഇത്രയും നാൾ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ നീയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈറ്റർ. അത് ശരിയല്ല. നിങ്ങളൊരു നല്ല ഫൈറ്റർ ആണ്. പക്ഷെ നിങ്ങൾ ദേഷ്യത്തിലാണ് ഫൈറ്റ് ചെയ്തത്. മനസ്സ് ശാന്തമാക്കി നിങ്ങൾ ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് നിങ്ങളെ ജയിക്കാൻ കഴിയില്ലായിരുന്നു. ദേഷ്യത്തിൽ ഒരിക്കലും ആർക്കും നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ദേഷ്യം കൊണ്ട് കൂടുതൽ തെറ്റുകളാണ് സംഭവിക്കാറ്. നീ നല്ല മിടുക്കനാണ് ശിവ. നീ 48 ചാമ്പർ ഷാവലിനിൽ പഠിച്ചു കാണില്ലായിരിക്കാം. പക്ഷേ നീ എന്നെക്കാളും നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അത് ശരിയല്ല. ഞാൻ നിങ്ങളെക്കാളും ബെറ്റർ ഫൈറ്റർ അല്ല. നിങ്ങളാണ് നല്ലൊരു ഫൈറ്റർ. ഞാൻ ഇന്ന് മോങ് സാറിന് നന്ദി പറയുകയാണ്. ഇദ്ദേഹമാണ് എനിക്ക് ട്രെയിനിങ് നൽകിയത്. ഞാൻ ഉദ്ദേശിച്ചത് എന്തെന്നാൽ എന്റെ സ്റ്റുഡൻസിന്റെ അഹങ്കാരമെല്ലാം പോയി കിട്ടണമെന്ന്. ശിവ, നീ അത് നന്നായി ചെയ്തിരിക്കുകയാണ്. എന്റെ ട്രെയിനിങ് ഫലിച്ചതിന് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇവൻ നല്ലൊരു ഫൈറ്ററും നല്ലൊരു മനുഷ്യനുമാകുവാൻ വേണ്ടിയാണ്. ഇതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. Watch India's largest kids library only on Jio Hotstar. Download the app now.